ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്ബാബുൽ ഇൽമി, ഇൽമ് ലഭിക്കാനുള്ള സബബുകൾ സലാസത്തുൻ, മൂന്നാണ്. ഇനി ഷറഹ് കൂട്ടി വെക്കുക. വഹുവ, ഈ ഇൽമ് എന്നാൽ സിഫത്തുൻ. പലർക്കും പല അഭിപ്രായമായിട്ടാണ് ഇൽമ് എന്നാൽ എന്തെന്നുള്ള കാര്യത്തിൽ. സാധനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എങ്ങനെ നിർവചിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഖിലാഫ് ഉണ്ടാവുകയുള്ളൂ. ആ യതജല്ലാ ബിഹാ, ആ സിഫത്ത് കൊണ്ട് ബോധമുള്ളവനാവ വെളിവാകും. അൽ മദ്കൂറു, ഒരു മദ്കൂറായ സാധനം, പറയപ്പെടാവുന്നൊരു സംഗതി. പിന്നെ ഏതൊരു സിഫത്ത് കൊണ്ട് വെളിവാകുന്നുവോ അങ്ങനത്തെ ഒരു സിഫത്ത്. ആർക്കാണ് ഇത് വെളിവാകൽ? ലിമൻ, ഒരുത്തനിക്ക്. കാമത്ത്, ആ സിഫത്ത് നിന്നിരിക്കുന്നു. ബിഹി, ആ ഒരാളിൽ. ഏതൊരാളിലാണോ ഈ സിഫത്ത് നിൽക്കുന്നത് എങ്കിൽ അയാൾക്ക് ഒരു ദിക്ർ ഷൈനായിട്ടുള്ളതായ സംഗതി ഏതൊരു സിഫത്ത് കൊണ്ടാണ് വെളിവാകുന്നതെങ്കിൽ ആ സിഫത്തിൻ്റെ പേരാണ് ഇൽമ്. ഒരാളെ ഒരു ഇൽമ് എന്ന സാധനം അയാളിലുണ്ടായാൽ അയാൾക്ക് ആ ഇൽമു മുഖേന അയാൾക്ക് പല കാര്യങ്ങളും ഇങ്ങനെ വെളിവായി വരും. അതില്ലെങ്കിൽ അവന് വെളിവാകില്ല. ഇനിയിപ്പോൾ അതിന് മാന മൂപ്പർ ഒന്നുകൂടി വിവരിക്കുക. യതജല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യത്തുലിഹു എന്നർത്ഥം, നല്ലോണം ഇങ്ങോട്ട് വെളിവായി തിരിയും. പിന്നെ വയൽഹറു, വെളിവാവുകയും ചെയ്യും. പറഞ്ഞാൽ യത്തലിഹു വയൽഹറു എന്നൊക്കെ പറഞ്ഞാൽ യതജല്ലനെ മാനാണ് വെക്കുന്നത്. എന്ത് വെളിവാവും? മാ, ഒന്ന്. യുദ്ക്കറു, ആ ഒന്നിനെ പറയപ്പെടാൻ പറ്റും. അതാണ് യുദ്ക്കറു നേരം മദ്കൂറു എന്നർത്ഥം വെച്ചാൽ ഞാൻ പറയപ്പെടേണ്ട ഷെയ്നായൊരു സംഗതി. പിന്നെ വയുംകിനു, ഈ യുദ്ക്കറുവിൻ്റെ മായന ഒന്നുകൂടി മാനക്കുക. വയുംകിനു ആ യുഅബ്ബറ അൻഹു, അതിനെ തൊട്ട് ഇബാറത്തിൽപ്പെടാൻ മുംകിനാവുകയും ചെയ്യും. ഒരു ലഫ്ള് പറഞ്ഞുകാണ്ട് ആ സംഗതിനെ ഇബാർത്തിട്ടുകാണ്ട് പുറത്ത് കൊണ്ടുവരാൻ മുംകിനാവുകയും ചെയ്യുന്നൊരു സംഗതി. ആ സംഗതി ഒരാൾക്ക് ഏതൊരു സിഫത്ത് ഒരാളുണ്ടാകുമ്പോഴാണോ തിരിയുന്നത് എങ്കിൽ ആ സാധനത്തിൻ്റെ പേരാണ്, ആ സിഫത്തിൻ്റെ പേരാണ് ഇൽമ്. മൗജൂദൻ കാന, അത് മൗജൂദ സാധനമാകാം. അത് മഅദൂമൻ, അല്ലെങ്കിൽ മഅദൂമാകാം. ഇങ്ങനെ വരുമ്പോൾ ഫയഷ്മലു, ഇൽമു ഉൾക്കൊള്ളിക്കും ഇദ്റാക്കൽ മഹ്സൂസി വ ഇദ്റാക്കൽ അക്ലി. മുസന്നിഫിൻ്റെ അസ്ബാബുൽ ഇൽമി എന്ന ഇബാറത്ത് ഹവാസ്, പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സിലാക്കുന്നതിനെയും ഷാമിലാക്കും. വ ഇദ്റാക്കൽ അക്ലി, ആക്കലിൻ്റെ ഇദ്റാക്കിനെയും ഷാമിലാക്കും. ചിലതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിട്ടുന്നുണ്ടാകും. ഓന് കണ്ണും വേണ്ട, ചെവിയും വേണ്ട, മണവും വേണ്ട, നാവും വേണ്ട, സ്പർശനറിവും വേണ്ട, ഒന്നുമില്ലാതെ തന്നെ ഒരാൾക്ക് ഇങ്ങനെ ന്യൂട്ടൺ പണ്ട് കണ്ടെത്തിയില്ലേ, എന്ത് ഗുരുത്വാകർഷണം കണ്ടെത്തിയില്ലേ, എങ്ങനത്തെ മാതിരി അക്കലിയാതായിരിക്കുന്ന കാര്യങ്ങളും അതെല്ലാം പെടുന്നൊരു വാക്കാവും അസ്ബാബുൽ ഇൽമി എന്ന വാക്ക്. അത് ഉൾക്കൊള്ളണോ കൊള്ളക്കണില്ല എന്ന് നമുക്ക് വേറെ ചർച്ച നടത്താം. പക്ഷേ അത് പ്രകാരം വരിപ്പെടും. പിന്നെ തസവുറാത്തി, അതിൽ തസവുറാത്തും പെടും. ഇപ്പോൾ തസ്ദീഖാത്തി, തസ്ദീഖാത്തും പെടും. തസവുറും തസ്ദീഖും പഠിച്ചില്ലേ നമ്മൾ മന്ദിക്കിൽ. അതിൽ യക്കീനിയത്ത് പെടും. വൈരിൽ യക്കീനിയ, വൈര് യക്കീനിയ. അപ്പോൾ ഉറപ്പുള്ളതും അതിൽ പെടും, ഉറപ്പില്ലാത്തതും അതിൽ പെടും. അതുപോലെ തന്നെ തസവുറും പെടും, തസ്ദീഖും പെടും. ഹവാസ് ഇത്രാക്കിയതും പെടും, അക്കിൽ ഇത്രാക്കിയതും പെടും. ഇതൊക്കെ പാടെ പെടുത്തിങ്ങാണ് അസ്ബാബുൽ ഇൽമി എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങേ പുറത്ത് സലാസ എന്ന് പറഞ്ഞതിന് അവസാനം പറയുന്നു മൂന്നാമത്തെ അക്കില എന്നിട്ട് പറയുന്നത്. അത് വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഇൽമിൽ ഏത് പഠനം? ഈ പറഞ്ഞൊക്കെ പഠനം. പിന്നെ ബിഹൗല, ഇതിങ്ങനെ നിർവചിക്കുമ്പോൾ അസ്ബാബുൽ ഇൽമി നല്ല ഫിറ്റാവും. അതേ അവസരത്തിൽ ബിഖിലാഫി കൗലിഹിം, അറബികൾ പറയലിനിക്ക് മുൻഗാമികൾ പറയലിനിക്ക് മാറ്. എന്താ പോലും പറഞ്ഞ താരീഫ് കാരണം ഇൽമു എന്നാൽ സിഫത്തുൻ, അതൊരു സിഫത്താണ്. തൂജിബു, ആ സിഫത്ത് നിർബന്ധിക്കും. എന്തിനെ? തംയീസൻ, ഒരു വേർതിരിക്കലിനെ. എങ്ങനത്തെ വേർതിരിക്കലില്ല? യഹ്തമിലു നഖീള, ആ പഠിച്ച് അറിഞ്ഞതിന് എതിരിലുള്ള വാദത്തിനിക്ക് ഇങ്ങനൊരു സാധ്യതയെ അവിടെ ഇല്ലാത്തൊരു വേർതിരിക്കലിനിക്ക് എന്ത് പറയുള്ളൂ? ഇൽമു എന്ന് പറയുള്ളൂ എന്ന് നിർവചിച്ച ആളുകളുമുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ ഫൈനവശ്യമായിട്ടും ഈ നിർവചനം വൈങ്കാന ഷാമിലി ഇദ്റാക്കിൽ ഹവാസി, ഈ പഞ്ചേന്ദ്രിയെ കൊണ്ടുള്ള ഇദ്റാക്കിനെ അഭിപ്രകാരം ഈ ഇൽമു ഷാമിലാക്കുമെങ്കിലും അങ്ങനെ
ബിനാഅൻ അല അദമി തഖീദ് ബിൽ മആനി, കാരണം ഇവരെന്ത് ചെയ്തിട്ടില്ല, മായനകളെ കൊണ്ട് കൈത് കൊടുത്തിട്ടില്ലല്ലോ എന്ന് വെക്കുമ്പോൾ ഹവാസിൻ്റെ ഇത്റാക്കിനെയും ഷാമിലാക്കും എങ്കിലും, അതുപോലെ തന്നെ വലിയ തസവുറാത്തി, തസവുറാത്തിനും ഷാക്കിലാക്കുമെങ്കിലും അതെങ്ങനെ ബിലാനല അന്നഹ ലാ നഖായിദലഹ, തസവുറാത്തിന് നഖീൽ ഉണ്ടാവൂല എന്ന് വെക്കുമ്പോൾ തസവുറാത്തിനെയും ഷാമിലാക്കും എങ്കിലും അലാമസാമു ലാക്കിന്നഹു, ഓൽക്ക് അങ്ങനെ വാദമുണ്ട്, എന്നെ തസവുറാക്ക് എന്നാൽ നഖീലല്ലാത്തതെന്നാണ്. അതിരിക്കട്ടെ, ഏതായാലും ശരി ലാക്കിന്നഹു. പക്ഷേ ഈ രണ്ടാമത്തെ നിർവചനം ഏത്, ഈ ഹുവിടെ ഈ ബിഹിലാഫി കൗലി എന്ന് പറഞ്ഞാൽ ആ കൗലുണ്ടല്ലോ, ആ കൗല് ലാ യശ്മലു ഗൈറൽ യഖീനിയ്യാത്തി മിന തസ്ദീഖാത്തി, തസ്ദീഖാത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉറപ്പില്ലാത്തതിനെ ഷാമിലാക്കൂല. കാരണം എന്താണ്, ഇവർ പറഞ്ഞത് ലാ യഹ്തമിലു നഖീല എന്നാണ് പറഞ്ഞത്. ഓൻ്റെ കൽബിൽ എന്തോ ഒരു സാധനം വന്നു, അത് പിന്നെ വസ്തുക്കൾ വേർതിരിച്ച് മനസ്സിലാക്കൽ ആ സിഫത്ത് നിർബന്ധിക്കുന്നുണ്ട്. ഇനി അതിന് എതിരെ എന്ത് പറഞ്ഞാലും അതാണ് കീറുന്നില്ല, അങ്ങനത്തെ നഖീലക്ക് സാധ്യതയില്ലാത്ത തമ്മീസാണെന്ന് പറയുമ്പോൾ ഏത് പെടൂല, തസ്ദീഖിൻ്റെ കൂട്ടത്തിൽ നിന്ന് യഖീനിയാത്ത് അല്ലാത്തതിന് ഷാമിലാക്കൂല, യഖീനിൽ മാത്രമേ പെടുള്ളൂ ഇൽമിൽ എന്ന് വരും. അതാ ഞാൻ ഈ പറഞ്ഞതിനെ പിടിച്ചോ, സാധാരണ കൂട്ടി കൊടുത്തല. വലാക്കിൻ എമ്പകി, എങ്കിലും അത്യാവശ്യമാണ്, അൻ യുഹ്മല തജല്ലി, ഈ തജല്ലിയെ ആദ്യം പറഞ്ഞ നിർവചനം തജല്ലി അല്ലായിരുന്നു, ആ പിന്നെ തജല്ലിയെ ഹംലി ചെയ്യൽ അത്യാവശ്യമാണ്. അലൽ ഇൻകിഷാഫി താമി, ഇൻകിഷാഫു താമ് എന്ന് മാന വെക്കണം ഈ തജല്ലിക്ക്. ഇൻകിഷാഫു താമു, താമായൊരു ഇൻകിഷാഫ്. എന്തിനു അറിയാം, അല്ലതീ ലാ യശ്മലു ലന്ന, ലന്നിനെ ഷാമിലാക്കാത്ത പൂർണ്ണ കിഷാഫ്. നമ്മളിപ്പോൾ ഇൽമും ലന്നും രണ്ടാക്കിയ പണ്ടേ പറഞ്ഞു പോരല്ലേ. ഇൽമ് പറഞ്ഞാൽ ഉറപ്പ്, പിന്നെ ലന്ന് പറഞ്ഞാൽ ഒരു 75% തോന്നൽ. അപ്പോൾ ഈ ലന്നിനക്ക് ഉൾക്കൊള്ളാത്ത ഒരു ഇൻകിഷാഫുന്നാമെന്ന് തജല്ലിക്ക് മാന വെക്കണം. അന്നൽ ഇൽമ ഇന്ദഹു മുഖാബിലുൽ തന്നെ. കാരണം ഈ ഫന്നിൻ്റെ ആളുകളുടെ അടുക്കൽ ഇൽമ് എന്ന് പറഞ്ഞത് ലന്നിന് മുഖാബിലി പറയുന്ന ഒന്നാണ്, ഇൽമല്ലാത്ത മറ്റൊന്നാണ് ലന്ന് പറഞ്ഞത്. അപ്പോൾ ഇൽമ് ലന്ന് വഹ്മ് ഷക്ക് ഇങ്ങനെ പലയാതി വകുപ്പാക്കി കണ്ട് അബലിച്ച് തിരിച്ച് പറയുന്നുണ്ട്. അതേസമയത്ത് അപൂർവമായിട്ട് ലന്നും പേട്ട ഇൽമും പറയലുണ്ട്. ഈ ലന്ന് ചിലടൊക്കെ ഇമാമിങ്ങൾ ഫിക്ക ഇബാറത്തിടുമ്പം ഇൽമ് ഇബാറത്തിടുമ്പോൾ അതിൽ ഏതും പെടലുണ്ട്, ലന്നും കൂടി പെടുന്നതുണ്ട്. അതല്ല ഇവിടെ, ഇവിടെ ഇൽമാണ് ഉറപ്പുള്ള തന്നെയാണ്. ലിൽ ഖൽഖ്, ഖൽക്കിനിക്ക് എന്ന് പറഞ്ഞാൽ മഹ്ലൂക്കിനിക്ക് എന്നർത്ഥം. മഹ്ലൂക്ക് പറഞ്ഞാൽ മലക്ക്, ഇൻസ്, ജിന്ന് പോലുള്ള എല്ലാ മഹ്ലൂക്കിനിക്കും ഇൽമ് കിട്ടൽ ഷൈനായിട്ടുള്ള എല്ലാ മഹ്ലൂക്കിനിക്കും ഇൽമ് കിട്ടാനുള്ള സബബുകളാവുന്ന സലാസത്തുൽ മൂന്നെണ്ണമാണ്. ഖിലാഫി ഖാലിക്കായ അള്ളാൻ്റെ ഇൽമിനിക്ക് മാറ് ഫഇന്നഹു ലിദാത്തിഹി, അത് ലിദാത്തിഹി ഇൽമാണ്, ലാലി സബബിനിൽ അസ്ബാബ്, ഒരു സബബ് കൊണ്ട് കിട്ടുന്ന ഇൽമല്ല അള്ളാൻ്റെ ഇൽമ്, അത് അള്ളാഹുവിൻ്റെ ദാത്തിയായ ഇൽമാണ്. മഹ്ലൂക്കായ എല്ലാ മഹ്ലൂക്കിനിക്കും, മുത്തനബി അടക്കം ജിബ്രീൽ അടക്കം പിന്നെ അള്ളാഹു പടച്ച എന്തെല്ലാം ജിന്നുകളും ചൈത്താന്മാരും എന്തൊക്കെ ഉണ്ടോ ഓർക്ക് കിട്ടുന്ന എല്ലാ ഇൽമിനും ഒരു 3-4 മാധ്യമത്തിലൂടെ കിട്ടുകയുള്ളൂ. അത് സലാദ മൂന്നെണ്ണമാണ്. മഹ്ലൂക്കിന് ഇൽമിട്ടാനുള്ള ആകാകെ 3 ഉള്ളൂ. ഇനി അത് ഇൻഷാ അള്ളാഹ് ചർച്ച ചെയ്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് നമുക്ക് കടക്കാൻ. ഏതാണ് ആ 3? അതിൽ ഹവാസു സലീമത്തു, കേടില്ലാത്ത ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ. പിന്നെ 2 ഖബറുൻ സാദിഖ്, അൽ ഖബറു സാദിഖി എന്ന് ചില കോപ്പിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ സാദിഖോട് ഉദ്ദേശിക്കുന്നത് മുത്തനബിയാണ് ഈ കാരം, നബിൻ്റെ ഖബർ നീക്കാരം. അല്ലെങ്കിൽ അൽ ഖബറു സാദിഖു എന്ന് സിഫത്താക്കി അർത്ഥം കിട്ടും, സാദിഖായ ഖബർ നീക്കാം. വല്ല അക്കലും, മൂന്നാമത്തെ അക്കലും. ഈ 3 നിലയ്ക്ക് മഹ്ലൂക്കിന് ഇൽമിട്ടുക. അതെവിടുന്ന് കിട്ടിയത്, ഇസ്തിഖ്റാ ചെയ്തൊന്നിങ്ങനെ പരിശോധിച്ച് നോക്കി, പടപ്പുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 4 രൂപം കാണാകെ 3 രൂപത്തിലേ കിട്ടുന്നുള്ളൂ എന്ന് ഇസ്തിഖ്റാ ചെയ്ത് കണ്ടെത്തി, പരിശോധിച്ച് കണ്ടെത്തിയതാണ്. വജുഹുൽ ലബ്തി, ഈ തിട്ടപ്പെടുത്താനുള്ള ന്യായം, അന്ന സബബ, നിശ്ചയമായിട്ടും സബബ്, ഇൻകാന മിൻ ഖാരിജിൻ, ഈ വെളിയിൽ നിന്നാണ് വരുന്നതും അകത്തുനിന്നും പുറത്തുനിന്നും 2 ഉണ്ടാവുമല്ലോ, പുറത്തുനിന്നുള്ള കാരണമാകുമ്പോൾ ഫൽ ഖബറു സാദിഖ്, ഖബറു സാദിഖ. റസൂലുള്ളാഹി നമ്മൾ ഒന്നാട് പറഞ്ഞു, പിന്നെന്തിൻ്റെ അന്ത്യനാളുണ്ട്, മഷറുണ്ട്, മീസാനുണ്ട്, നമുക്ക് മുത്തനബി പറഞ്ഞു തന്നു. അത് പുറത്തുനിന്ന് കിട്ടിയതാണ്. ഇല്ല, ഇനി പുറത്തുനിന്നല്ല അകത്തുനിന്നാണെങ്കിലോ, അവിടെ നോക്കണം, ഇൻകാന ആലത്തൻ വൈറൽ മുതിരിക്കി, പഞ്ചേന്ദ്രിയം അല്ലാത്ത വല്ല ആലത്ത് മുഖേനയാണ് കിട്ടിയതെങ്കിൽ ഫൽ ഹവാസ്, മുതിരിക്ക് എന്ന് പറയുന്ന, മുതിരിക്ക് നമ്മൾ ഒരു ഉള്ളിലൊരു മുതിരിക്കാണ് പോകത്തുണ്ട്,
ഏത് ഉള്ളിലേ മുദ്രിക്കാൻ്റെ കൂപത്തുണ്ട്. അതിലൂടെ അല്ലാതെ കിട്ടിയതാണെങ്കിൽ ഫൽ ഹവാസു, അത് പഞ്ചേന്ദ്രിയോട് കിട്ടിയ ഹവാസാണ് ഈ കാരം. ഇല്ല അല്ല മുദ്രിക്കൊണ്ടാണ് കിട്ടിയതെങ്കിലോ ഫൽനാക്കലു ആക്കലു. അപ്പോൾ മൂന്നെണ്ണത്തിൽ മുന്നസറാകാനുള്ള ന്യായമാണ് പറഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കീല അതിന് ജവാബ് ഇങ്ങനെ, കീല അതിന് ജവാബ് ഇങ്ങനെ, കീല അതിന് ജവാബ് ഇങ്ങനെ. ഇപ്പം ഈ പറഞ്ഞ മത്തിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് എന്ത് പറയാണ്ട്, സംശയം മറുപടി പറയാണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളെ പറയാം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇൻ ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടാൽ, ഈ ചോദ്യം ഇവിടുന്ന് വരുന്നതെന്നറിയോ? ഇൽമ് കിട്ടാനുള്ള സബബാകെ മൂന്നാണ്. ഹവാസും സലീമത്തും ഖബറും സാദിക്കും അക്കുലും ഇങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നെണ്ണത്തിൽ മുൻഹസറാക്കിയിട്ട് വെച്ചു, മൂന്നിലോട്ട് ചുരുക്കവുമില്ല, എന്തോ ഒരു കറക്റ്റാക്കി വെച്ചാൽ മാതിരി. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, അസബബു ഈ അൽ മുഅസ്സിറു ഫിൽ ഉലൂമി കുല്ലിഹ, എല്ലാ ഇൽമുകളിലും ഫലം ചെയ്യുന്ന സബബ് ആവുന്നത് അല്ലാഹു തആല, അത് അല്ലാഹ് മാത്രമല്ലേ ഉള്ളൂ. ചോദ്യകർത്താവ് ചോദ്യം കൊണ്ടുവരികയാണ്. എന്ത് ഈ നിങ്ങൾ പറഞ്ഞ മൂന്ന് കാരണം അല്ലാത്ത ഒക്കെപ്പാട് കൂട്ടുകയാണെങ്കിൽ ഒക്കെ എല്ലാത്തിനും സബബ് ആരാണ്? അള്ളയാണ്. ലിഅന്നഹാബി ഹൽക്കിഹി വൈജാദിഹി, എല്ലാ ഇൽമും കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹിൻ്റെ ഹൽക്കൊണ്ടും ഈജാദ് കൊണ്ടും അല്ലേ. മിൻവൈരി തദീരിൽ ഹാസ, ഈ പഞ്ചേന്ദ്രിയത്തിന് ഒരു ഫലം ചെയ്യലില്ലല്ലോ. ഈ കണ്ണിന് കാണുന്നതിലോ കേൾക്കുന്ന ചെവിക്ക് കേൾക്കുന്നതിലോ ഒരു ഫലം ചെയ്യലില്ലോ, ഒക്കെ ആയത് മാത്രമാണ്. ഈ കണ്ണൂടെ ഉണ്ടായിട്ടും കാണാത്തത്ര മനുഷ്യന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടിക്കൊടുത്തിട്ടല്ലേ കാണുന്നത്. പിന്നെ വൽ ഖബരി സാദിഖി വൽ അഖലി, ഈ മൂന്നിനും ഒരു തഫ്സീറുമില്ലല്ലോ. എന്നാ വേറൊരു സബബ്, സബബുല്ലാഹിരിയുക നാരിലിൽ ഇഹ്റാഖി, ഇഹ്റാഖിനിക്കുള്ള ഒരു സബബാണല്ലോ നാറ് എന്നതുപോലെ ലാഹിരിയായ സബബ് എന്നാണ് സബബോട് ഉദ്ദേശിക്കണമെങ്കിൽ അക്കലു, അക്കല് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും അക്കല് അല്ല കേന്ദ്രം. അക്കലുകൊണ്ടൊക്കെ മനസ്സിലാക്കണത് ഇൽമ് കിട്ടുന്ന ഫുള്ള് ഏതുകൊണ്ടാ? അക്കല് കൊണ്ടാ. ലാഹിരിയായി നോക്കുകയാണെങ്കിൽ, സംഗതി മുഅസ്സിറ സബബ് നോക്കുകയാണെങ്കിൽ അല്ല മാത്രം. ഒരു ലാഹിരിയ സബബ് നോക്കുകയാണെങ്കിൽ ഇത് മാത്രം, അക്കല് മാത്രം. ഇനി ലാ ഗൈറു, വേറൊന്നുമില്ല. കാരണം ഇന്നമൽ ഹവാസു, നിങ്ങൾ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളും വല്ല അഖ്ബാറു, നിങ്ങൾ പറഞ്ഞ ഈ ഖബറും സാദിക്കും വല്ല അഖ്ബാറു അല്ലേ, ഖബറു സാദിക്കും ഒക്കെ എന്താണ്? ആലാത്തുൻ, അതൊക്കെ ഒരു ഉപകരണങ്ങൾ മാത്രമാണ്. അതൊക്കെ യന്ത്രങ്ങളുടെ സ്ഥാനത്താണ്. ഇപ്പോൾ തുറക്കുല്ലിൽ ഇദ്റാഖ്, കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ഒരു വഴികളും മാത്രമാണ്. അപ്പോൾ ശരിക്കും ലാഹിരിയ സബബ് ഫുള്ള് ഏതാണ്? അഖിലാണ്. ഓരോ ഭാഗത്തോടെ ചോദിക്കണ്ടേ. ചോദ്യം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ സബബിന് മാറ്റി ചോദിക്കും. അസബു അൽ മുഫ്ലി ഫിൽ ജുംല, ഫിൽ ജുംല കൽബിലേക്ക് കൂട്ടുന്നത് എന്നർത്ഥം വെക്കുന്ന സബബാണെങ്കിലോ ഒരു സബബ്, അത് ഏത് ഭാഗത്തുകൂടെ നോക്കണമെന്നില്ല. ഫിൽ ജുംല നമ്മളെ കൽബിലേക്ക് ഇൽമ് തരുന്ന എല്ലാം കൂട്ടുകയാണെങ്കിലോ എങ്ങനെ ബൈഖലഖല്ലാഹു ഫീന അൽ ഇൽമ മഅഹു, ആ ഒരു സബബോട് കൂടെ അള്ളാഹു നമ്മൾ ഇൽമിനെ എങ്ങനെ ഹൽക്ക് ചെയ്യുകയാണെന്ന് മാനൊക്കെയാണെങ്കിൽ തരീഖി ജെറിയിൽ ആദത്ത് നടക്കുന്നതിന് തരീക്കിലൂടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തിനാ അങ്ങനെ നോക്കണം? ഫിൽജുമില നോക്കണതിന് അറിയാം. യുദ്രിക്കൽ ലി യശ്മലൽ മുദ്രിക്ക. അപ്പോൾ ആ സബബ് ഏതിനെയും കൂട്ടും? മുദ്രിക്കിനെയും കൂടി ഇസ്മാൽ ചെയ്യും. അങ്ങനെ പലയാതെ ഇൽമുണ്ടല്ലോ, ആ കൂട്ടത്തിൽ നിന്ന് ഇതറാക്കി എന്ന ഇൽമുണ്ട്. മുദ്രിക്ക എന്നൊരു കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഏതുപോലെ അക്കല് പോലെയുള്ള മുദ്രിക്കിനെ ഞാൻ ഷാമിലാക്കും. അങ്ങനെ വെച്ചാൽ ആലത്തക്കൽ ഹിസ് പോലുള്ളത് അതായിരിക്കുന്ന പിന്നെ ആലത്തിനെ ഉൾക്കൊള്ളിക്കും. പിന്നെ ത്വരീക്ക പിന്നെ കൽ ഖബരി, വർത്തമാനം പോലെയുള്ളത് അതായിരിക്കും. ഖബറും സാദിക്കും എന്തെങ്കിലും വർത്തമാനം പോലെയുള്ള ത്വരീക്കുകളും പെടും. അതുപോലെ തന്നെ ഹിസ് പോലെയുള്ള ആയുധങ്ങളും പെടും. ചെവി കണ്ണൊക്കെ ആയുധങ്ങളാണല്ലോ, അങ്ങനത്തെ ആയുധങ്ങളും പെടും. പിന്നെ ഖബറും സാദിക്കൊരു വഴിയാണല്ലോ, അവിടെ സാധനം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സാധനം നടന്ന പോലെ നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളത് നമുക്കൊരു ത്വരീക്കാണല്ലോ, അതും പെടും. എന്നാൽ പിന്നെ ഇദ്റാഖി എന്ന കൂപ്പത്താണല്ലോ അക്കല്, അതുമൊക്കെ പെടുന്ന ഒരു മൊത്തത്തിൽ അൽ മുഫ്ലി ഫിൽ ജുംല എന്ന് മാനൊക്കെയാണെങ്കിൽ ലാ യൻഹസിറു ഫി സലാസ, അതിന് മൂന്നിൽ ക്ലിത്താവൂലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മൂന്നിനപ്പുറം പോകും. മുഅസ്സിറ സബബിനാക്കുകയാണെങ്കിൽ അല്ല മാത്രം. അല്ല ലാഹിരിയ സബബ് നിൽക്കുകയാണെങ്കിൽ അക്കല് മാത്രം. അല്ല ഫിൽ ജുംല പിന്നെ ഇംലേക്ക് വഴിയാകുന്ന എക്കത് കൂട്ടുകയാണെങ്കിലോ എന്നാൽ പിന്നെ മൂന്നും പേരെ ഒതുങ്ങൊന്നുമില്ല, അപ്പുറം ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞുതരാം. മിസിൽ വിജ്ദാനി,
വിജിദാനി സംഘത്തിൻ്റെ നമ്മൾ വിജിദാനിയാത്ത് ഹദസിയാത്ത് തജ്രിബിയാത്ത് എന്ന് കൊണ്ട് പഠിച്ചില്ല നമ്മൾ മന്തിക്ക് തസ്ലി മന്തിക്കിൻ്റെ അവസാനത്ത് പഠിച്ച മന്തിക്കിങ്ങിൻ്റെ അഹ്ലുകാർ പറയുന്ന ഒരുപാട് കൂത്തുകളുണ്ട് ഖയ്യാലിയാത്തും പിന്നെ നദരിൽ ആക്കലി ബുദ്ധി കൊണ്ടുള്ള നദർ പോലെ ഇങ്ങനെയുള്ളത് അതായിരിക്കുന്ന ഒക്കെ എന്തിനാണല്ലോ ഇൽമുട്ടാനുള്ള കാരണമാണ്. പരിശോധിച്ചാൽ കിട്ടുമല്ലോ നമുക്ക് പലതും. പിന്നെ ഇങ്ങനെ ആക്കലുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയ പോലെ ഇതും കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെ പലവട്ടം പരീക്ഷിച്ച് നോക്കുമ്പം ഈ ഇല തിന്നാൽ വയറ്റുന്ന ഒക്കെ നിൽക്കും. ഈ സാധനം കൊണ്ട് അല്ലേ ഇന്നാല സാധനം കഴിച്ചാൽ നമുക്കെന്താവും, എന്ത് ചെയ്യും, ബുദ്ധി പോവും. ഇന്നാലെ തിന്നിട്ടുണ്ടെങ്കിൽ ബോധം കിട്ടുവാനോ ബോധം തെളിയും. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് തജ്രിബത്തോട്ട് കിട്ടും. അതിന് അത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ വെക്കുകയാണ് എങ്കിൽ മൂന്നെണ്ണത്തിനും ഒതുങ്ങൂലല്ലോ, അപ്പുറം ഉണ്ടാവൂലേ. ഇനി ഓല പറഞ്ഞൊന്നുകൂടി പറയാട്ടോ. ബിമാന തെർത്തീബിൽ മക്കാദീബിൽ ഈ നദിലക്കനെ മാന കേട്ടോ. മബാദികളും മുഖദ്ദിമകളും ഇങ്ങനെ തെർത്തീബാക്കുക, കുറേ ലക്ഷ്യങ്ങളും അതിനുള്ളതായിരിക്കുന്ന ആമുഖങ്ങളും വെച്ചിങ്ങാണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കുക. മന്തിക്കിങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കൽ. ഇങ്ങനെയൊക്കെ മാന വെക്കുന്ന ആക്കലുണ്ടല്ലോ, ഇതിലും ഒക്കെ വാളെ കൂട്ടി വെക്കുമ്പോൾ മൂന്നിലെന്തല്ല മുൻഹസിറല്ലല്ലോ എന്ന് ചോദിക്കപ്പെട്ടാൽ ഞാൻ മറുപടി അറിഞ്ഞില്ല. നമ്മൾ പറയും ഹാദ അല ആദത്തിൽ മശായിഖ്, ഇതൊക്കെ നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ ശൈഖന്മാരെ ആദത്താണ്. അതതിന് മറുപടി. അത് മശായിഖന്മാർ അങ്ങനെയാണ് ആദത്താക്കിയത്. എന്താണ് ഓലെ ആദത്താക്കി അറിയോ? ഫിൽ ഇഖ്തിസാരി അലൽ മഖാസിദീൻ, മഖ്സൂദിൻ്റെ മേൽ ചുരുക്കുക. മാത്രമല്ല ഇറാലിയൻ തദ്ഖീഖാത്തിൽ ഫലാസിഫത്തി, ഈ ഫൽസഫക്കാരുള്ള ചൂന്ന അഗാധമാതായിരിക്കുന്ന സംഗതി ഇല്ലേ, അതൊക്കെ പോട്ടേക്കുക. ഹദസിയാത്ത് തജ്രിബിയാത്ത് എന്നൊക്കെ പറഞ്ഞുകാണ്ട് പോത്താമ്പി പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ ആ സംഗതി ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. ഏതായാലും ശരി, ഫൽസഫാക്കൾ തദ്ഖീഖാത്തിനെ തൊട്ടൊക്കെ തിരിഞ്ഞു കളയുകയും നമ്മുടെ ലക്ഷ്യങ്ങൾ ഏതാണോ അതിൽ മാത്രം ചുരുക്കുകയും ചെയ്യുക എന്നുള്ള ഒരു പതിവ് ആർക്കുണ്ട്? നമ്മുടെ മശായിഖന്മാർക്ക് ഉണ്ട്. അതാണ്ടാ മൂന്നുമ്പിൽ ഒതുക്കിയത്. ഇനി അത് പറഞ്ഞുതരാം. ഫൈൻ്റെ നിശ്ചയമായിട്ട് നമ്മുടെ മശായിഖ് ലമ്മാ വജതു, അവരെത്തിച്ചപ്പോൾ ബാദൽ ഇതറാക്കാത്തി, ചില ബോധ്യങ്ങളെ ഹാസിലത്തൻ അക്കീബ് സ്തീമാലി ഹവാസിൽ ലാഹിറ, പ്രത്യക്ഷമായ അഞ്ചിന്ദ്രിയങ്ങളില്ലേ, കേൾവി, കണ്ണ് ഇങ്ങനെയുള്ള അങ്ങനെയുള്ളതായിരിക്കുന്ന ഹവാസുൽ ലാഹിറത്തിനെ ഉപയോഗിക്കുന്നതിൻ്റെ ഉടനെ ചിലപ്പോൾ ചില അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലത്തീനാശക്കഫി, അത് സംശയമൊന്നുമില്ല. ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ മരാണ് കാണുന്നത്, അപ്പോൾ ഇത് മരാന്നൊക്കെ മനസ്സിലായി, അതിലൊന്നും ഒരു സംശയമൊന്നുമില്ല. അപ്പം അങ്ങ് നോക്കുമ്പോൾ മുമ്പിൽ മനുഷ്യനാണ് ഇരിക്കുന്നത്, ഇതിൽ മനുഷ്യനാണ് മനസ്സിലായി. മേപ്പെട്ട് നോക്കുമ്പോൾ സൂര്യനാണ് കാണുന്നത്, അങ്ങനെയല്ലേ. അങ്ങനെയുള്ള ലാശക്ക ഫീഹ, അതും അതല്ല അത് സ്വഭാവം കാര്യം വലിയ കൂലിവായിരിക്കും. അത് ബുദ്ധിലുക്കും അല്ലാത്തൊരു കിട്ടുമല്ലോ. അതിന് ബുദ്ധിമാനെ കാണേണ്ട ആവശ്യമൊന്നുമല്ല, ബുദ്ധിലുക്കും അത്തല്ലുക്കും കിട്ടും. ഇതാ ഈ കൈ കൊട്ടിയപ്പോൾ ഒച്ച ഉണ്ടായത് എന്നുള്ളത് ഇപ്പോൾ അത് ബുദ്ധിമാനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആക്രിയങ്ങൾക്കും ഒരു ആക്രിയങ്ങൾക്കും മനസ്സിലാവും. ഹവാസ് സലീമത്ത് ഉപയുണ്ടായാൽ മതി മാത്രം. അങ്ങനെ ആയപ്പോൾ ജാലുൽ ഹവാസ, അപ്പോൾ പിന്നെ ഈ 5 ഇന്ദ്രിയങ്ങൾ പോലാക്കി മാറ്റി. അഹദൽ അസ്ബാബ്, സബുൽ നന്നാക്കി മാറ്റി. ഇനി കഴിഞ്ഞിട്ടില്ല. ലമ്മാക്കാനോ മുഅല്ലമുൽ മാലൂമാത്തി ദീനിയത്തി, മതപരമായുള്ള മാലൂമാത്തിൽ നിന്ന് സിംഹഭാഗവുമായപ്പോൾ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? നമ്മളെ ചർച്ച ഇപ്പം എന്താണ്? മനുഷ്യൻ എന്ത് വിശ്വസിക്കണം, എന്ത് ചെയ്യണം, അതല്ല നമ്മുടെ വിഷയം. ഈ വിഷയം ദീനിയ മാലൂമ. ഈ ദീനിയ മാലൂമത്തിൽ നിന്ന് അധികവുമായപ്പോൾ മുസ്തഫാ തമ്മിൻ്റെ ഖബർ സ്വാദിഖ്, ഖബറും സ്വാദിഖിൽ നിന്ന് പിന്നെ പിടിച്ചെടുക്കപ്പെട്ടതായപ്പോൾ മുത്തനബിനെ നമ്മളെ ഹദീസും മുത്തനബി ഓതി തന്ന ഖുർആനും ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ തീരുമാനമാക്കുന്നത്. അങ്ങനെ ആയപ്പോൾ ജാലുഹു, അപ്പോൾ പിന്നെ ഖബർ സ്വാദിഖിനെ ആക്കി മാറ്റി, സബൻ ആഹറ, മറ്റേ കാരണവും ആക്കി മാറ്റി. ഇനി ഏതാ വന്നു ബാക്കിയുള്ളത്? അപ്പം ഹവാസും പറഞ്ഞു, ഖബർ സ്വാദിഖും പറഞ്ഞു. ഇനി അക്കലല്ല ബാക്കിയുള്ളൂ. വായിച്ചു വലമ്മാലം മിസ്ബുത്ത് ഇന്ദമുൽ ഹവാസുൽ ബാത്തിലത്തുൽ മുസമ്മാത്തു ബി ഹിസ്സിൽ മുസ്തറക്കി വൽ വഹമി ഒരു താരിക്ക, വഹുമ് ഹിസ് മുസ്തറക്ക് അല്ലാത്ത വന്ന ആനക്കുട്ടി ചേന എന്നൊക്കെ പറഞ്ഞാണ്ട് ഓല് പറയണ ഈ ഇവർ പറയണ പിന്നെ ഹിസ്സുകൊണ്ട് പിന്നെ ഹിസ് മുസ്തറക്കോണ്ട് പേരൊക്കെ പെടുന്ന ഈ ആന്തരികമായ ഹാസകളൊന്നും ഒരു സ്ഥാപിത്തായിട്ടില്ല. ആർക്ക്? നമ്മളെ മശായിഖിനിക്ക് സ്ഥാപിത്തായിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ മാത്രമല്ല വല മെത്താലക്ക് ലോഹും ഓർലുൻ, അവർക്കൊരു ആവശ്യവും ബന്ധിച്ചിട്ടുമില്ല. എന്തിനോട്? ബി തഫാസീലിൽ ഹദസിയാത്ത് ജരിബിയാത്തിൽ വദിഹിയാത്തി നദിരിയാത്തി, ഹദസിയാത്ത് ദരിബിയാത്ത് വദിഹിയാത്ത് നദിരിയാത്ത് എന്നൊക്കെ പറയണതായിരിക്കുന്ന ഒരുപാട് സംഗതികളുണ്ടല്ലോ, അതിൻ്റെ തഫ്സീലുകളോടൊന്നും ഇവർക്കൊരു ഓറലും ബന്ധിച്ചിട്ടില്ല.
വക്കാന മറജിയിൽ കുല്ലിയിലാക്കല്. നിങ്ങൾ ഈ പറഞ്ഞ തജ്രിബിയത്ത് ഇങ്ങനെ നുള്ളുമ്പോൾ വരുത്താവുന്നുണ്ട്, വയറിൻ്റെ ഉള്ളിലൂടെ വേദനയാവും, എനിക്ക് വയറുവേദനയാണെന്നറിയാവുന്ന ഇതൊക്കെ പറഞ്ഞ് അതൊക്കെ അവസാനം പോയി കൂടുന്ന കൊടുക്കുക അറിയില്ല നാക്കലി ഒക്കെ എടുക്കുക പോയി കൂടുന്നത് ഒക്കെ അക്കൽ വന്നപ്പോൾ ജാലു സബൻ സാലിസൻ അക്കലിനെന്താക്കി മാറ്റി ഒരു മൂന്നാം സ്വഭാവം മൂന്നിൽ മുൻഹസറായത് അങ്ങനെയാണ്. പിന്നെ എങ്ങനത്തെ യുഫ്ലി ഇലൽ ഇൽമി ഇൽമിലേക്ക് കൂട്ടുന്ന മൂന്നാം സ്വഭാവമാക്കി മാറ്റി മുജറദി ഇൽത്തിഫാത്തിൻ ഔ ഇൻലിമാമി ഹദസിൻ ഔ തജ്രിബത്ത് ഓരോന്ന് കേട്ടോ. ഓല് പറഞ്ഞ എണ്ണി എണ്ണി വേറൊന്നും അങ്ങനെ പറ അതൊക്കെ പാടെ എന്താക്കി മാറ്റി സംസാരിതാക്കി മാറ്റി അത് ഇൽമിലേക്ക് അത് കൂട്ടും. മുജർ ഇൽത്തിഫാത്തി ഒന്നുകിൽ ഞാൻ ഇൽത്തിഫാത്ത് ചെയ്താൽ തന്നെ മതി, അല്ലെങ്കിലോ അവ ഇൻലിമാമി ഹദസിൻ ചിലപ്പോൾ ഈ ഹദസ് കൂടി കൂടേണ്ടി വരും. ഔ തജ്രിബത്തിൻ്റെ അല്ലെങ്കിൽ പരിശീലനം കൂടേണ്ടി വരും. ഔ തെർത്തീബ് മുഖദ്ദിമാത്തില്ലേ, മുഖദ്ദിമ എതിരീക്കാണ് ഓരോന്ന് കാണാം കേട്ടോ. തജ്രിബിയാത്തും ഹദസിയത്തും ഓരോന്ന് അല്ലെങ്കിൽ പിന്നെ മുഖദ്ദിമ തെർത്തീബാക്കേണ്ടി വരും. അപ്പോൾ ജാലു അപ്പോൾ അവരാക്കി മാറ്റി അസബോഫിൽ ഇൽമി ഇൽമു അറിയുന്നതിലുള്ള കാരണത്തെയാക്കി മാറ്റി. എന്തുകൊണ്ടറിയാം? ബി അന്നലഹ ജൂഅൻ വാതഷ നമുക്കെന്തുണ്ട് ഇപ്പോൾ വിശക്കുന്നുണ്ട്, എനിക്കിപ്പോൾ ദാഹിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടല്ല ഇൽമിനാക്കി മാറ്റി. എന്താക്കിന്ന് ഖബർ വേറെ വരും കേട്ടോ. അപ്പോൾ അന്നൽ കുല്ല അലമൽ ജുസി കുല്ല് ആ കുല്ലിൻ്റെ ജുസിനേക്കാൾ ആ കുല്ലിൻ്റെ ജുസിനെ അർത്ഥമാക്കണം കേട്ടോ. ഏതൊരു കുല്ലും അക്കുല്ല് ജുസിനേക്കാൾ അലമായിരിക്കും ബുദ്ധിമുട്ടിട്ടാൽ. അപ്പോൾ അൻ്റെ നൂറൽ മുസ്തഖാബ് മുസ്തഫാദ് മിന ശംസി ചന്ദ്രൻ്റെ പിന്നെ പ്രകാശം സൂര്യനിൽ നിന്ന് ഇസ്തിഫാദ് ചെയ്യപ്പെട്ടതാണ്. പിന്നെ ഓരോന്ന് കേട്ടോ. പിന്നെ അന്ന സുക്കുമോനിയ പിന്നെ മുസഹിരുൻ അല്ലേ, സുക്കുമോനിയ എന്നറിയുന്ന മരുന്ന് അത് മുസഹിരുൻ അത് മഞ്ഞപ്പിത്തത്തിന് ഭേദമാക്കുന്നതാണ്. അതുപോലെ തന്നെ അന്നൽ ആലം ഹാദിസുൻ ആലം ഹാദിസാണ്. ഇതുകൊണ്ടുള്ളൊക്കെ ഇൽമിനെ നന്നായിട്ടാക്കി മാറ്റി കാരണത്തെ എന്താക്കി മാറ്റി ഹുവൽ അക്ല. അതാണ് ഇതിൻ്റെ ഖബർ രണ്ടാം മഫൂല് ജാലിൻ്റെ രണ്ടാം മഫൂൽ അവിടെ കൊണ്ടുപോയി കാണാൻ മുട്ടിക്കണ്ട കേട്ടോ. അതിൻ്റെ എഴുതി കൊടുത്ത രണ്ടാം മഫൂലാന്ന് എഴുതി കൊടുത്തണം അല്ലേ. ഹുവൽ അക്ല എന്ന് വായിച്ചാണ് കേട്ടോ. ജാലി രണ്ടാം മഫൂൽ അതുകൊണ്ട് അക്കലാക്കി മാറ്റി. വൈൻകാനഫിൽ വാലി വിസ്യ വൈൻകാനഫിൽ വാലി ആ പിന്നെ ഇൽമ് ചരതിൽ ആണെങ്കിലും ബിസ്തിയാനത്തിമിൽ ഹസി ഈ നമ്മൾ പറയുന്നത് അതായിരിക്കുന്ന ഹിസ് ഉണ്ടല്ലോ അതിൽ നിന്നുള്ള ഒരു സഹായത്തോടു കൂടെയാണെങ്കിലും ആകത്തോ പറഞ്ഞു നോക്കുമ്പോൾ ഇതിനെല്ലാത്തിനും കാരണം തന്നെയാണ് അക്കൽ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഹവാസ് ഏതൊക്കെയാണെന്ന് ചർച്ച നമുക്ക് പറയാം.